ഇപ്പോൾ ജനത്തിന് മുമ്പിൽ അദ്ദേഹം ഒരു താരാണ്. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് അറിയാം. അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടല്ല നമ്മൾ അദ്ദേഹത്തെ എതിർത്തത്. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓന്ത് നിറം മാറുന്നത് പോലെ നിറം മാറുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മേയർ തെരഞ്ഞെടുപ്പിന് പ്രവേശിക്കുന്ന ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ അന്നേ വൈറലാണ്. ഒരു വലിയൊരു മുസ്ലിം സമൂഹത്തിൻ്റെ അവരുടെ പ്രാർത്ഥനാ ഹാളിൽ ചെന്നിട്ടാണ് അദ്ദേഹം അത് സംസാരിക്കുന്നത്. 80 ലക്ഷം ജനങ്ങളിൽ 10 ലക്ഷത്തിൽ താഴെ വരുന്ന മുസ്ലിം സമൂഹത്തോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിയേണ്ടവരല്ല, നിങ്ങൾ ന്യൂയോർക്കിൻ്റെ സിറ്റി ഹാൾ നമുക്ക് അവകാശപ്പെട്ടതാണ്. അതായത് ഈ ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമല്ല നിങ്ങൾ നിൽക്കേണ്ടത്, ന്യൂയോർക്ക് സിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഇതാണ് അദ്ദേഹം പറയുന്ന മെസ്സേജ്. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ജൂതന്മാരോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത്. ജൂതന്മാരോടുള്ള ജൂതവിരുദ്ധതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. പക്ഷേ ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളിലെല്ലാം ആൻറ്റിസെമിറ്റിസത്തിനെ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒന്നുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നത്. ഇതേപോലെ തന്നെ അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ക്രിസ്റ്റഫർ കൊളംബസ്, അവിടെ കാത്തലിക്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഹീറോ ആണ്. ആ സ്റ്റാച്ചുവിൻ്റെ നേരെ 2020 മിഡിൽ ഫിംഗർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ടേക്ക് ഇറ്റ് ഡൗൺ. ഇത് അദ്ദേഹം പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഇന്നും അവൈലബിൾ ആണ്. അന്ന് അവിടെ വലിയ കോൺട്രവേഴ്സി ഉണ്ടായി. അവിടെ ആ സമയത്ത് ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുള്ള കാത്തലിക്സ്, ന്യൂയോർക്കിലുള്ള കാത്തലിക്സ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവർ ഉയർത്തിയത്. ജൂതന്മാർ ലോകത്തിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന നഗരം അതും ന്യൂയോർക്ക് സിറ്റിയാണ്. ആകെ 1% ഹിന്ദുക്കളുള്ളത്. ആ ഹിന്ദുക്കളെ നോക്കി അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്നും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് രാമക്ഷേത്ര നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ബസ്റ്റാർഡ് ഹിന്ദുക്കളെ അദ്ദേഹം അഭിസംബോധന ചെയ്ത വാക്ക് ഇതാണ് 2020. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം, ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഇത് മറന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരിലെ ഈ 10% മുസ്ലിം വോട്ട് കൊണ്ടല്ല അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. ഇവർ എല്ലാം മറച്ചു വയ്ക്കുകയാണ്.